സാർ നേരിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യം വിശദീകരിക്കാൻ പോലും പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എണ്ണിച്ചപ്പോഴും പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വഴങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വഴങ്ങണ്ട. നമുക്ക് ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ പറയാം. സാർ, ഇതിനകത്ത് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസസിനകത്ത് പറയുന്നൊരു കണക്കുണ്ട് സാർ. കേരളത്തിൽ സാധാരണഗതി ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എങ്ങനെയാണ്? 1 സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിക്കുന്ന നികുതി, 2 കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട അർഹമായ നികുതി, 3 നമുക്ക് എടുക്കാവുന്ന ബോറോയിങ്. അത് തന്നെ സാധാരണഗതിയിൽ ബോറോയിങ് എടുക്കാവുന്ന പരിധിക്കേ ഉള്ളൂ. സാർ, നമ്മുടെ നികുതി വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് നല്ലതുപോലെ വാദിച്ച് പറയുന്ന ആളാണ്. അതിനൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. സാർ, കേരളം ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ശരിയാണോ? സാർ, 1956 മുതലുള്ള ഗവൺമെൻറ്റുകളുടെ കണക്ക്, അതിന് മുമ്പുള്ള 56 മുതലുള്ള കണക്കെടുക്കുമ്പോൾ നമുക്ക് 47,000 ചില്ലാനും കോടിയാണ് സാർ 2021 മാർച്ചിൽ വന്നത്. ശരിയാണ്, കോവിഡ് സമയത്ത് ഉള്ള സാമ്പത്തിക രംഗം അല്പം സജീവമല്ലായിരുന്നല്ലോ. എന്തായാലും 47,000 കോടി ഉണ്ടായിരുന്നുള്ളല്ലോ. സാർ, 2 വർഷം കൊണ്ട് നമ്മുടെ വരുമാനം ആ 47,000 കോടി എന്നുള്ളത് 71,000 കോടിയായി. സാർ, ഇപ്പോൾ ഇന്ത്യയിലായുള്ള എക്കണോമിക്ക് ബാധ്യത പ്രശ്നമുണ്ട്. ഇപ്പം 1-2 സ്റ്റേറ്റിൻ്റെ കണക്കൊക്കെ അങ്ങ് പറഞ്ഞു. അന്തർദേശീയമായിട്ടുള്ള കണക്ക് നോക്കിയാൽ 1% പോലും ഇല്ല ഗ്രോത്ത്. ഇന്ത്യയിലായ ഗ്രോത്തിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ള കണക്കുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വർധന എന്നും അതേപോലെ വരുമെന്നല്ല. പക്ഷേ ഈ 2 വർഷം കൊണ്ട് സാർ 47,000 കോടി ഉണ്ടായിരുന്നത് കേരളത്തിൽ 71,000 കോടിയായി 50% വർദ്ധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ പരസ്പരം സന്തോഷം ഉണ്ടാവുന്ന സാരിയല്ല സാർ, റെക്കോർഡാണ് സാർ ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ദ RBI സ്റ്റേറ്റ് ഫൈനാൻസസിൽ പറയുന്നു, എ സ്റ്റഡി ഓഫ് ബഡ്ജറ്റ്സ് 2023-24 report highlights that the contribution of state-owned tax revenue (SOTR) to Kerala's overall tax revenue increases 78.7 for the post-COVID period of 21-23. By comparison, the average of all states was 65.4%. എന്നിട്ട് സ്റ്റേറ്റുകളുടെ പറയുന്നുണ്ട്. സാർ, ഈ സ്റ്റേറ്റുകളിൽ UP 54, പിന്നെ UP 54, MP 51, ഒറീസ 53, ബീഹാർ 29.4, വെസ്റ്റ് ബംഗാൾ 54, ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളുടെയും കണക്കുണ്ട് സാർ. നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചൂടെ? സാർ, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം അദ്ദേഹം ഈ മോഹൻലാൽ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം സിനിമാ ഷൂട്ടിങ്ങിന് പോയി. ഇപ്പോഴത്തെ പിന്നെ ലേറ്റസ്റ്റ് ഫിലിം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, മലൈക്കോട്ട വാലിബൻ. സ്പീക്കർ എല്ലാ സിനിമയും കാണുന്ന ആളായതുകൊണ്ട് മലൈക്കോട്ട വാലിബൻ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, ഈ കാലാവസ്ഥയൊക്കെ മാറി ചൂടൊക്കെ വന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഒരു ഉൾഗ്രാമം, അവിടെ ആശുപത്രിയിലൊന്നുമില്ല. അപ്പോൾ ഒരു മലയാളി സിസ്റ്റർ അവിടെ ഉണ്ട്. അവർ പുറത്തേക്ക് പോകാൻ വിസയും ഇതെല്ലാം കിട്ടി, ജോലി കിട്ടി. അപ്പോൾ അവർ ആ നാട്ടിൽ വേറെ ഒരാളില്ല, ഈ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് അവർ പുറത്തേക്ക് പോയില്ല. ആ സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഗുണം അറിയുന്നത്. ഇവിടെ നമുക്ക് നാട്ടിൽ നല്ല റോഡുണ്ട്, നല്ല ആശുപത്രികളുണ്ട്, നല്ല സ്കൂളുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, എല്ലാ സമാധാനമുണ്ട്, എന്നിട്ടും നമുക്ക് പരസ്പരം അങ്ങോട്ട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പത്രത്തിൽ വളരെ പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന സാർ, കേരളത്തിനകത്ത് ഈ ഒരു നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് സാർ ഇന്ത്യയിലെ 24 ഇനങ്ങളിൽ സാർ 24 ഇനങ്ങളിൽ നമുക്ക് 1-ാം സ്ഥാനം. നമ്മുടെ പിന്നെ നീതി ആയോഗിൻ്റെ എല്ലാ പരിശോധനയിലും അതിദരിദ്രരുടെ കണക്ക് 0.55 നിന്ന് 0.48 വന്നു. സാർ, 5 ലക്ഷം പേർക്ക് സ്വന്തമായി വീട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോകത്ത്, ഈ കേരളത്തിലല്ലാതെ എവിടെ കാണും സാർ? സാർ, വിഴിഞ്ഞം മുതൽ അങ്ങ് കാസർഗോഡ് മെമ്പർമാർ, ബഹുമാനപ്പെട്ട മെമ്പർമാർ സംസാരിക്കുമ്പോൾ, എനിക്ക് മഞ്ചേശ്വരം മെമ്പറും കാസർഗോഡ് മെമ്പറും സംസാരിക്കുമ്പോൾ, ഇവിടെ ഞാൻ മന്ത്രിയായി അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഈ സഭയിലേക്ക് വന്ന ആദ്യ ഘട്ടത്തിൽ സംസാരിക്കുന്ന പോലെയല്ല, വലിയ മാറ്റങ്ങളും പുരോഗതി അവിടെ വന്നു എന്നുള്ള തരത്തിലാണ്. ഞാനത് അവിടെ കിട്ടിയ പണം അവിടുത്തെ ഡെവലപ്മെൻറ്റ് വെച്ചിട്ടാണ് ഓരോ പ്രദേശത്തും. സാർ, ആ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്കൂളുകളും ആശുപത്രികളും പാലങ്ങളും റോഡുകളും അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണണം. അതുകൊണ്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നൊരു റിപ്പോർട്ട് വന്നു. മിനിഞ്ഞാന്നൊന്നൊരു റിപ്പോർട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകെ പ്ലാനിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനും നോൺ പ്ലാനും ചേർത്ത് നടത്തുന്ന സ്റ്റേറ്റ് നമ്മുടെ സാർ. വലിയ വർധനയാണ് സാർ. ഇങ്ങനെ പല മേഖലകളിലെ കണക്ക് വരുന്നുണ്ട്. അവിടെ സ്റ്റേറ്റിൻ്റെ ഓൺ ടാക്സ് നമ്മൾ ഇത്രയും പിരിക്കേണ്ടി വന്നു സാർ. ഇങ്ങനെ ഓൺ ടാക്സ് പിരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണം വല്ലാതെ കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണത്തിനകത്ത് നേരത്തെ 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ആകെ നമ്മുടെ റവന്യൂ റെസീസിൻ്റെ 54% നമ്മളും 46% സെൻറ്ററുമായിരുന്നെങ്കിൽ ഈ വർഷം 29% സെൻറ്റർ തരുന്നുള്ളൂ. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ കേരളത്തിനോട് ഈ ഒരു
ഒരു ചിറ്റമ്മ നയം കാണിക്കുന്നു. കേരളത്തിലെ അടുത്ത തലമുറയെ ബാധിക്കും. ഇത് നമ്മുടെ എക്കണോമി ആകെ ബാധിക്കും എന്നുള്ള പ്രശ്നം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്തെല്ലാം ഇതുണ്ട്. എന്നിട്ട് തന്നെ ഇതിനകത്ത് പറയുന്ന റിപ്പോർട്ടിനകത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഫ്ലിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത് 2027 ആകുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ അടിസ്ഥാന രംഗത്തെ വികസനം എല്ലാം കാരണം നമ്മുടെ വികസനം ഇതിനെ കുതിച്ചു കയറുന്ന കണക്കുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡെപ്റ്റിൻ്റെ ബാധ്യത പറയും. സാറിന് ഈ കടത്തിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ അതും ആവർത്തിക്കേണ്ട കാര്യമില്ല. കടം ഇവിടെ ഒരു മെമ്പർ പറഞ്ഞു 29% ഡെപ്റ്റ് നമ്മുടെ GSDP ആയിട്ടുള്ള പെർസെൻറ്റേജ് 39 അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 39 താഴോട്ട് 2 പ്രാവശ്യമായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇപ്പം 35 വരും. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കണക്ക് 50 കൂടുതലാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആകെ ബോറോയിങ് അതിനകത്ത് പാർലമെൻറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറുപടി അനുസരിച്ച് 40% സാർ അവരുടെ ആകെയുള്ള കടം. ആകെ അവിടെ പറഞ്ഞിട്ടുള്ള ശ്രീ ഡോക്ടർ ശിവദാസന് കൊടുത്ത ശ്രീമതി നിർമ്മല സീതാരാമൻ കൊടുത്ത മറുപടിയിൽ സാർ അവരുടെ ആകെ കടം 17.99 lakh crore ഫ്രം വേരിയസ് സോഴ്സസ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2023-24 മെയിൻലി ടു ഫൈനാൻസ് ഈസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ദിസ് എമൗണ്ട് ഈസ് അബൌട്ട് 40% ഓഫ് ദി ടോട്ടൽ നെറ്റ് സൈസ് ഓഫ് ദ യൂണിയൻ ബഡ്ജറ്റ്. 45.39 ലക്ഷം കോടി ഉള്ളതിൻ്റെ 40% കടമാണ്. നമുക്ക് 20% അടുത്തേ ഉള്ളൂ. നമ്മുടെ ഈ കടം ഇത് ബഡ്ജറ്റ് സൈസാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് സൈസാണ്, ആ കടം പരിശോധന നോക്കിയാൽ മതി. എന്തായാലും ഈ കണക്കെല്ലാം ബഡ്ജറ്റ് രേഖയിലുള്ളതാണ്. സാർ ഇത് കള്ളക്കണക്കൊന്നുമല്ല. നേരത്തെയും കണക്കിന് സംശയം ചോദിച്ചല്ലോ. എപ്പോഴും പറയുന്നത് നിങ്ങൾ ഓർക്കുമെന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ധനകാര്യ കമ്മീഷൻ്റെ 3.89 എന്നുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കുറവ് വന്നപ്പം അന്നത്തെ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഈ വർഷമാണ് 21,000 കോടിയുടെ കുറവ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് 18,000 കോടിയുടെ കുറവുണ്ട്. GST നഷ്ടപരിഹാരം നിർത്തിയത് കൊണ്ട് 12,000 കോടി കുറവുണ്ട്. നഷ്ടപരിഹാരം നിർത്തേണ്ടതായിരുന്നു നേരത്തെ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അത് വേറെ കാര്യം. റവന്യൂ കമ്മി ഗ്രാൻറ്റിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ളതാണ് 8,400 കോടിയുടെ കുറവ്. അതുപോലെ വായ്പാ അനുമതി, പലതരത്തിലുള്ള വായ്പാ അനുമതി നിഷേധിച്ചത് 19,600 കോടി. ഈ കോടി ഇത് ഞങ്ങൾ പറയുന്നത് കൃത്യമായൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചിട്ടാണ് സുപ്രീം കോടതിയിലും മറ്റുമെല്ലാം ആർഗ്യുമെൻറ്റ് പോകുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടെ ഒരാൾ ആർഗ്യൂ ചെയ്തു ഇതിനകത്ത് ഒരു കാരണവശാലും ഇനി കൂട്ടിക്കൊടുക്കാൻ പാടില്ല, ഇനി അങ്ങനെ കൊടുക്കാനേ പാടില്ല, ഇവരെല്ലാം ചെയ്തത് ന്യായമാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതോചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മെമ്പർ പറഞ്ഞു. സാർ അദ്ദേഹം കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയുടെ എല്ലാം കാര്യത്തിൽ ഗവൺമെൻറ്റിനെ ഈ തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ എത്തിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെ ഈ 450 കോടി രൂപയുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം ഇതേ കിഫ്ബിയുടെ എന്ന് പറഞ്ഞിട്ട് പടമൊക്കെ അടിച്ച് ഇറക്കിയിട്ടുള്ളതും അവിടെ തന്നെ ഉണ്ട്. ആ മണ്ഡലത്തിൽ അല്ല, ഞാൻ പത്രവാർത്തയാണ് സാർ, അതുകൊണ്ട് വേറെ രേഖയല്ല, പത്രവാർത്തയാണ്. 450 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹത്തിൻ്റെ മൂവാറ്റുപുഴ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ ഫേസ്ബുക്കിൽ. സാർ ഇത് അല്ല, അതിനെന്താ കുഴപ്പമില്ല, എല്ലാവരുടെയും അവകാശം തന്നെ. പക്ഷേ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കേസിൽ പോയി ഈ കാര്യമെല്ലാം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം. നമ്മൾ ഒരു കാര്യം വ്യക്തമായല്ലോ, LDF എന്ന് പറഞ്ഞാൽ UDF അല്ല, LDF UDF അല്ല, UDF ഉൾപ്പെടെ എല്ലായിടത്തും വികസനത്തിന് പണം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യമില്ല, ഇതൊന്നും കൊടുക്കേണ്ടതല്ല എന്ന് വാദിക്കുന്നൊരു സമീപനം അക്കാര്യത്തിനകത്ത് വന്നു എന്നുള്ളത് കൊണ്ട് സാർ ആ കാര്യം എടുത്ത് കാണിച്ചാണ്. സാർ ഇവിടെ ഈ കാര്യമെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യമുണ്ട്. ഇനിയും പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യത്തിൽ PSC അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് തന്നാ. മനോരമ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നുള്ളൂ. മനോരമ പത്രത്തിലാണല്ലോ സാധാരണ, മനോരമ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലാകെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 62,000 പേരെ മാത്രമാണ് PSC വഴി സാർ നിയമിച്ചത്. അതിനകത്ത് 42% കേരളത്തിലാണ്. ഇവിടെ എവിടെയാണ് സാർ നിയമന നിരോധനം? 2.3% താഴെ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് 42% ആളെ അപ്പോയിന്റ് ചെയ്തു. എവിടെയാണ് സാർ നിയമന നിരോധനം? എവിടെയാണ് സാർ പോലീസിന്റെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതിരിക്കുന്നത്? ഇത്ര ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പോലീസ് ജീപ്പിന് പൈസ കൊടുക്കാനില്ല സാർ. സാർ ഞങ്ങളിതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ഇല്ലാതാക്കാനല്ല, ശമ്പളം ഇല്ലാതാക്കാനല്ല സാർ. ഇന്നലെയാണല്ലോ സാർ അംഗൻവാടി ഏകദേശം 10-60,000 അവർക്ക് 1,000 രൂപ വെച്ച് ശമ്പള വർധന കൊടുത്തത്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കും സാർ.
നെയ്ത്ത് ഓരോ മേഖലയിലും നെയ്ത്ത് തൊഴിൽ. ഇവിടെ KSRTCയുടെ കാര്യം അങ്ങ് വീണ്ടും പറഞ്ഞല്ലോ സംസാരിച്ചപ്പോൾ. എവിടെ KSRTC പൊളിഞ്ഞു കിടക്കുന്നത്? അങ്ങയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആകെ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത് 1530 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കുകളാണ്. 5000 കോടിയിലധികം കൊടുത്തു. ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ട് 4800 കോടിയോളം കൊടുത്തു. അതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ യൂണിയൻ്റെ നേതാക്കന്മാരൊക്കെ ഇരിപ്പുന്നുണ്ടല്ലോ, കൊടുക്കണ്ടെന്ന് അവർ പറയട്ടെ, കൊടുക്കണ്ട എന്ന് അവർ കൂടെ പറയട്ടെ. സാർ, ഇതിനകത്ത് ഞങ്ങൾ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പം അദ്ദേഹം ഞങ്ങളിതിനകത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അങ്ങെന്തായാലും ഈ കാര്യത്തിനകത്ത് അങ്ങ് പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളക്കാരാണ് എന്ന് അങ്ങയുടെ ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞത് പഴയ പ്രസംഗത്തിലുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏതായാലും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല സാർ. ഇത് ആ ഒരു സമീപനമൊന്നും ഇല്ല. അങ്ങ് തന്നെ UDF ഗവൺമെൻറ് കാലത്ത് നടത്തിയ പ്രസംഗമാണല്ലോ. ആരുടെ പേരൊന്നും ഞാൻ പറഞ്ഞത്, അങ്ങ് പ്രസംഗിച്ചാണല്ലോ സാർ. ഇവിടെ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനകത്ത് ഇവിടെ പറഞ്ഞ ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആകെ നിന്നു പോകുന്ന ഒരവസ്ഥയിലല്ല സാർ. ഇതിനെ മറികടന്നേ പറ്റൂ, അവിടുന്ന് പണം കിട്ടിയിട്ടേ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, സംശയമില്ല.